നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ കോപ്പ അമേരിക്കയും യൂറോ കപ്പും ഒക്കെ കഴിഞ്ഞു. യൂറോ കപ്പിൽ സ്പെയിനും കോപ്പ അമേരിക്കയിൽ അർജൻറ്റീനയും ചാമ്പ്യന്മാരായല്ലോ. ഇനിയിപ്പോൾ ഫുട്ബോൾ പ്രേമികളുടെ സുപ്രധാനമായ ഒരു ചോദ്യം, എന്നാണ് ഫൈനലിസിമ? എവിടെ വെച്ചാണ് ഫൈനലിസിമ? ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാണ് ഇനി ലഭിക്കേണ്ടത്. കഴിഞ്ഞ തവണ യൂറോ ചാമ്പ്യന്മാരായ ഇറ്റലിയും കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായ അർജൻറ്റീനയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ അർജൻറ്റീന മികച്ച രൂപത്തിൽ വിജയിച്ചുകൊണ്ട് ഫൈനലിസിമയിൽ മുത്തമിട്ടിരുന്നല്ലോ. അപ്പോൾ ഇത്തവണ ഫൈനലിസിമ ഇല്ലേ? ഉണ്ടെങ്കിൽ എന്നാണ്, എവിടെ വെച്ചാണ്? ഇതാണ് ചോദ്യം. നമ്മളിതിൻ്റെ ഉത്തരം തേടി പല മാധ്യമങ്ങൾ പരതിയപ്പോൾ അർജൻറ്റീൻ മാധ്യമത്തിൽ ഒരു വിവരം ലഭിക്കുന്നുണ്ട്. ഒരു അർജൻറ്റീൻ മാധ്യമം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതിൻ്റെ ടൈറ്റിൽ തന്നെ എന്താണ് ഫൈനലിസിമ 2025 ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുള്ള വിവരം, പോസിബിൾ ഡേറ്റ് എന്താണ്, വെന്യൂസ് എന്താണ്, ഇങ്ങനെ വെന്യൂ ഏതാണ്, ഇതാണ് അവരുടെ ടൈറ്റിൽ തന്നെ. എന്നിട്ട് അവരതിൽ വിശദീകരിക്കുകയാണ് ഫൈനലിസിമ എന്ന് നടക്കും. എന്നിട്ട് അവർ സ്റ്റാർട്ടിങ് തന്നെ എങ്ങനെയാണ്, അതിൻ്റെ താഴെ അവർ കുറിക്കുന്നത് എങ്ങനെയാണ്. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഫൈനലിസിമ ടൂർണമെൻറ്റ്, അതായത് അർജൻറ്റീനയും സ്പെയിനും തമ്മിൽ അഥവാ അമേരിക്കൻ ചാമ്പ്യന്മാരും യൂറോപ്യൻ ചാമ്പ്യന്മാരും തമ്മിലുള്ള പോരാട്ടം എന്ന് നടക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് ആദ്യമേ മനസ്സിലാക്കേണ്ട കാര്യം. പക്ഷേ കോൺമെബോളും യുവേഫയും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. അതനുസരിച്ച് 2028 ജൂൺ 30 വരെയുള്ള ഘട്ടങ്ങളിൽ ഇങ്ങനെ കോണ്ടിനെൻ്റൽ ടൂർണമെൻറ്റുകൾ വന്നാൽ അതിലെ ഫൈനലിസ്റ്റുകൾ തമ്മിലൊരു പോരാട്ടം നടക്കണമെന്നുണ്ട്. അപ്പോൾ ഫൈനലിസിമ നടക്കണം എന്ന എഗ്രിമെൻ്റ് ഉണ്ട്. സ്വാഭാവികമായിട്ടും അത് നടക്കും. അപ്പോൾ ഇനി എന്നാണെന്ന് ചോദിക്കുമ്പോൾ 2025 മത്സരം നടക്കാൻ സാധ്യത എന്നാണിപ്പോൾ അർജൻറ്റീൻ മാധ്യമത്തിൻ്റെ റിപ്പോർട്ട്. ജൂണിലോ ജൂലൈയിലോ, 2025 ജൂൺ ഓർ ജൂലൈ, ഈ മാസങ്ങളിലായിരിക്കും മത്സരം നടക്കുക. ചുരുക്കി പറഞ്ഞാൽ ഒരു കൊല്ലം അപ്പുറത്താണ് ഇനി നടക്കുക. കഴിഞ്ഞ ഫൈനലിസിമായി അങ്ങനെ ആയിരുന്നല്ലോ. 2021 യൂറോ കപ്പും കോപ്പ അമേരിക്കയും നടന്നത്. എന്നിട്ട് 2022 ജൂണിലാണ് ഫൈനലിസിമ നടന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതുപോലെയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. 2024 ഇപ്പോൾ കോപ്പയും അതുപോലെ യൂറോ കപ്പ് നടന്നു. ഇനി ഫൈനലിസിമ 2025 ജൂൺ ഓർ ജൂലൈ. അപ്പോൾ ഈ ജൂൺ ഓർ ജൂലൈ എന്ന് പറയാൻ കാരണം, അടുത്ത ജൂണിൽ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് 32 ടീമുകൾ വെച്ച് ബൃഹത്തായ രൂപത്തിൽ നടത്താൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സമയം കൂടി വ്യക്തമായതിനു ശേഷമായിരിക്കും ഫൈനലിസിമയുടെ ഡേറ്റിൽ ഒരു ഫൈനൽ തീരുമാനം വരുന്നുണ്ടാവുക. അതോടൊപ്പം വെന്യൂ എവിടെയായിരിക്കും? ഇപ്പോൾ കഴിഞ്ഞ ഫൈനലിസിമ പോരാട്ടം നടന്നത് ഇംഗ്ലണ്ടിലാണ്, വെംബ്ലിയിലാണ് കളി നടന്നത്. അപ്പോൾ യൂറോപ്യൻ കോണ്ടിനെൻറ്റിലാണ് കളി നടന്നത്. അപ്പോൾ ഇനി അമേരിക്കാസ് കോണ്ടിനെൻറ്റുകളിലായിരിക്കും, അതായത് നോർത്ത് അമേരിക്കയിലോ ലാറ്റിൻ അമേരിക്കയിലോ ആണ് കളി നടക്കേണ്ടത്. അപ്പം അടുത്ത വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്ന, ഇപ്പോൾ കോപ്പ അമേരിക്ക ഹോസ്റ്റ് ചെയ്ത US ഈ കളി നടക്കാൻ കൂടുതൽ സാധ്യത എന്നുകൂടി അർജൻറ്റീൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നിലവിൽ നമുക്ക് ഫൈനലിസിമയുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുള്ള വിവരം. ബാക്കി കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് വരുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാവുന്നതാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.